നമ്മൾ സിമ്മട്രിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അതായത് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ലെറ്റ് എ ബി എ സിമ്മട്രിക് ഓപ്പറേറ്റർ ആൻഡ് norm of A equal to mu which is equal to supremum of modulus of inner product AX comma X such that norm of X equal to 1. Then at least mu or minus mu belongs to sigma of A. അതായത് നമ്മളുടെ കയ്യിലൊരു സിമ്മട്രിക് ഓപ്പറേറ്റർ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നോം ഒന്നില്ലെങ്കിൽ നമ്മളുടെ സ്പെക്ട്രാവും, അതായത് സിഗ്മ ഓഫ് എയിലെ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോമിൻ്റെ നെഗറ്റീവ് സിഗ്മ ഓഫ് എയിൽ ഉണ്ടാകുമെന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂഫ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ് പ്രൂഫ്. സിൻസ് നോം ഓഫ് എ ഈക്വൽ ടു സുപ്രീമം എക്സ് നോട്ട് ഈക്വൽ ടു 0 മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് കോമ എക്സ് ഡിവൈഡ് ബൈ നോം ഓഫ് എക്സ് സ്ക്വയർ, we have norm of A equal to supremum of modulus of AX comma X such that norm of X equal to 1. അതായത് നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട് എ എന്നുള്ള സിമ്മട്രിക് ഓപ്പറേറ്ററിൻ്റെ നോം എന്തിന് ഈക്വലാണ്? സുപ്രീമം എക്സ് നോട്ട് ഈക്വൽ ടു 0 മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് കോമ എക്സ് ഡിവൈഡ് ബൈ നോം ഓഫ് എക്സ് സ്ക്വയറിന് ഈക്വലാണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവിടുന്ന് നമുക്ക് എന്ത് പറയാം? നോം ഓഫ് എ എന്തിന് ഈക്വലാന്ന് പറയാം? എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിനെ നോർമലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറായിട്ട് അവിടുന്ന് നമുക്ക് എ എന്നുള്ള സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിൻ്റെ നോം മ്യൂ സുപ്രീമം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് കോമ എക്സ് സച്ച് ദാറ്റ് എക്സ് നോം ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഓക്കെ, അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. നമ്മളുടെ ഈ നോം ഒന്നില്ലെങ്കിൽ സ്പെക്ട്രാവും, നോമിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ സ്പെക്ട്രാവും, അല്ലെങ്കിൽ നോമിൻ്റെ വാല്യൂവിൻ്റെ നെഗറ്റീവ് എന്താവും? സ്പെക്ട്രാവും. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം സുപ്രീമാണ് നോം ഓഫ് എ എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സിൻ്റെ സുപ്രീമാണ്. അപ്പോൾ ആ സുപ്രീമം എടുക്കുന്ന ആ സെറ്റിൽ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ്, ആ സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യുന്ന ആ സെറ്റിലെ നമ്മൾ ഏത് സെറ്റിൽ നിന്നാണോ ഏത് സെറ്റിൻ്റെ സുപ്രീമാണോ പറയുന്നത് ആ സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആ സെറ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സീക്വൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എൻ കോമ എക്സ് എൻ, അതായത് ആ സെറ്റിലുള്ള സീക്വൻസ്. അപ്പോൾ ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്ടേഴ്സിൻ്റെ സീക്വൻസ് പറയാം. ആ എക്സ് എൻ സീക്വൻസ് എക്സ് എൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, ദർ എക്സിസ്റ്റ് a sequence xn in the space, in the inner product space such that norm of x equal to 1 ആ സെറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എൻ കോമ എക്സ് എൻ കൺവേർജസ് ടു മ്യൂ എന്നുള്ളത് ആ നമ്പേഴ്സിൻ്റെ സുപ്രീമാണ്. അപ്പോൾ ആ സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ്, ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെക്ടേഴ്സിൻ്റെ സീക്വൻസ്, അതാണ് എക്സ് എൻ. സിൻസ് എ ഈസ് സിമെട്രിക് ഓപ്പറേറ്റർ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എ എക്സ് എൻ കോമ എക്സ് എൻ ഈസ് എ റിയൽ സീക്വൻസ്. നമ്മൾക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോപ്പർട്ടീസൊക്കെ പ്രൂവ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. എ സിമെട്രിക് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് റിയൽ നമ്പർ ആയിരിക്കും. കാരണം ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എ എക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പക്ഷേ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് പറയാം? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എ എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? കോൺജുഗേറ്റ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കോൺജുഗേറ്റും ഇതും ഈക്വലാണ്, അതായത് അതിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് റിയൽ നമ്പറാണെന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ നോക്കിയാൽ മതി, റെഫർ ചെയ്താൽ മതി. അപ്പോൾ അത് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിരിക്കും, വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും, കാരണം ആ മോഡുലസ് മ്യൂവിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അപ്പോൾ നമുക്ക് പറയാം? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ബൗണ്ടഡ് ആണെന്ന് പറയാം. അതായത് സീക്വൻസ് എ എക്സ് എൻ എന്നുള്ളത് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, അത് ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു
കൺവേർജിങ് സബ്സീക്വൻസ് ഉണ്ടെന്ന് പറയാം. റിയൽ നമ്പേഴ്സിൻ്റെ ബൗണ്ടഡ് സീക്വൻസിന് ഒരു എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും കൺവേർജൻറ്റ് സബ്സീക്വൻസുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് റിയൽ അനാലിസിസിൽ, വൈസ്ട്രാസ് തിയറം. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, അത് ബൗണ്ടഡ് ആണ്, അപ്പോൾ അതിനൊരു കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ടാകും. ആ സബ് സീക്വൻസിനെയാണ് ഞാൻ എടുക്കുന്നത് ഇന്നർ പ്രൊഡക്റ്റ് AXNK XNK എന്നുള്ള സീക്വൻസ്. ഇന്നർ പ്രൊഡക്റ്റ് AXNK എന്നുള്ളത് ആ നമ്മളുടെ ബൗണ്ടറി സീക്വൻസിൻ്റെ ഒരു കൺവേർജിങ് സബ് സീക്വൻസ് ആണെന്ന് കരുതുക. അങ്ങനെ ഒരു കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ടാകും, കാരണം ബൗണ്ടഡ് സീക്വൻസ് ബൗണ്ടഡ് ആണ്. ആ സീക്വൻസ് സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് ലാംഡയ്ക്കാണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം, ആ കൺവേർജിങ് സബ് സീക്വൻസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. എങ്ങോട്ട്? മോഡുലസ് ഓഫ് ലാംഡയിലേക്ക് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ദർഫോർ നമുക്കെന്ത് പറയാം, ഒന്നിൽ ആ സീക്വൻസ് എങ്ങോട്ടേക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക, അതായത് മോഡുലസ് ഓഫ് ലാംഡ എന്തിന് ഈക്വൽ ആയിരിക്കും? ഒന്നില്ലെങ്കിൽ മ്യൂക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മൾ കൺവേർജിങ് സീക്വൻസിൻ്റെ അബ്സല്യൂട്ട്ലി കൺവേർജിങ് സീക്വൻസിൻ്റെ സബ് സീക്വൻസ് ആണ് ഏത്? ഇന്നർ പ്രൊഡക്റ്റ് AXNK XNK എന്നുള്ളത്. അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇന്നർ പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AXN XN എന്നുള്ള സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് എന്ത്? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AXNK XNK എന്നുള്ള സീക്വൻസ്. അപ്പോൾ നമ്മളുടെ പാരൻറ്റ് സീക്വൻസ് ഇന്നർ പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AXN XN എന്നുള്ള സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അതിലേക്ക് തന്നെ ഈ സബ് സീക്വൻസും കൺവേർജ് ചെയ്തതാണ്. അതായത് മോഡുലസ് ഓഫ് ലാംഡ എന്തിന് ഈക്വൽ ആയിരിക്കണം? മ്യൂക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് ലാംഡ എന്തിന് ഈക്വൽ ആയിരിക്കണം? പ്ലസ് ഓർ മൈനസ് മ്യൂക്ക് ഈക്വൽ ആയിരിക്കണം. ഇനി ക്ലെയിമാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് AXNK എന്നുള്ള സീക്വൻസ് ലാംഡ XNKയിലേക്ക് കൺവേർജ് ചെയ്യുന്നുള്ളത്. ക്ലെയിം ആയിട്ട് എഴുതുക. നൗ കൺസിഡർ നോം ഓഫ് AXNK മൈനസ് XNK ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് AXNKകളും ലാംഡ XNKകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണ്, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അതെന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ ഓഫ് നോം ഇന്നർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിന് വരുന്ന നോമാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന നോമിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. ഇന്നർ പ്രൊഡക്റ്റ് AXNK മൈനസ് ലാംഡ XNK AXNK മൈനസ് ലാംഡ XNK. അത് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഫസ്റ്റ് കമ്പോണൻറ്റിൽ ലീനിയർ ആണ്, സെക്കൻഡ് കമ്പോണൻറ്റിൽ കോൺജുഗേറ്റ് ലീനിയർ ആണ്. പക്ഷേ ലാംഡ റിയൽ നമ്പറാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവിടെ കൊടുത്തത്. അതായത് ഞാൻ മാർക്ക് ചെയ്ത് തരാം, ഈ സ്റ്റെപ്പിൽ ചെയ്തത് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ. പക്ഷേ നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ ആ സീക്വൻസിനെ കൺസിഡർ ചെയ്യുന്നത്. മോഡുലസ് ഓഫ് നോം ഓഫ് XN ഈക്വൽ ടു 1. അപ്പോൾ നോം ഓഫ് XNKകളുടെ നോം ഓഫ് XNKയും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോം ഓഫ് XNK സ്ക്വയർ എന്നുള്ള ഈ ടേം 1 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടേം കിട്ടും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെയാക്കാം. ഓക്കെ, പിന്നെ ഈ രണ്ട് ടേമും സെയിം ആണ്. അപ്പോൾ 2 ടൈംസ് ആയിരിക്കും, അതും കൊടുക്കുക. നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് AXNK XNKയും ഇന്നർ പ്രൊഡക്റ്റ് XNK AXNKയും സെയിം ആയിരിക്കും, കാരണം അത് രണ്ടും റിയൽ നമ്പേഴ്സാണ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇന്നർ പ്രൊഡക്റ്റ് AXN XN റിയൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആക്ച്വലി കോൺജുഗേറ്റ്സ് ആയിരിക്കും, പക്ഷേ റിയൽ പാർട്ട് 0 ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ 2 ടൈംസ്. ഓക്കെ, ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് നോം ഓഫ് AXNK ഹോൾ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ നോം ഓഫ് AXNKനെ എനിക്ക് എങ്ങനെ എഴുതാം? നോം ഓഫ് A ഇൻറ്റു നോം ഓഫ് XNK എന്ന് എഴുതാം. അതിൻ്റെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ രണ്ട് ടേമിനും സ്ക്വയർ വരും. വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് നോം ഓഫ് AXNK ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് A ഇൻറ്റു നോം ഓഫ് XNK ആയിരിക്കും, കാരണം A ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്. ഓക്കെ, നോം ഓഫ് A എന്താണെന്ന് നമുക്കറിയാം. നോം ഓഫ് XNK എന്താണ്? 1 ആണ്. അപ്പോൾ അത് 1 ആയിട്ട് പോകും. അപ്പോൾ നോം ഓഫ് A മ്യൂ ആണ്. അപ്പോൾ നോം ഓഫ് A സ്ക്വയർ മ്യൂ സ്ക്വയർ. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ. ഓക്കെ,
ഇനി നോക്കുക, മോർലെസ് ഓഫ് മ്യൂ മോർലെസ് ഓഫ് ലാംഡയ്ക്ക് ഈക്വലാണ്. അപ്പോൾ മ്യൂ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? മ്യൂ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? മോർലെസ് ഓഫ് ലാംഡ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. മോർലെസ് ഓഫ് ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയറിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് മ്യൂ സ്ക്വയറും ലാംഡ സ്ക്വയറും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മ്യൂ സ്ക്വയറിനെയും ഇവിടുത്തെ ലാംഡ സ്ക്വയറിനെയും കമ്പൈൻ ചെയ്തിട്ട് 2 ടൈംസ് ലാംഡ സ്ക്വയർ എന്ന് എഴുതാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ എന്ത് വരും ഒന്ന് ക്ലിയർ ചെയ്യാം. 2 ടൈംസ് ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എൻ കെ കോമ എക്സ് എൻ കെ എന്ന് വരും. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എൻ കെ കോമ എക്സ് എൻ കെ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുക? ലാംഡയിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അതായത് ഇത് ഇവിടെ. ഓക്കെ, അപ്പോൾ ആസ് എൻ കെ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് പറയാം? ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് എൻ കെ കോമ എക്സ് എൻ കെ കൺവേർജസ് ടു ലാംഡ. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? 2 ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ സ്ക്വയർ വരും. അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് എ എക്സ് എൻ കെ എന്നുള്ള സീക്വൻസ് ലാംഡ എക്സ് എൻ കെയിലേക്ക് കൺവേർട്ട് ചെയ്യും ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അതാണ് ഈ 2 സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലാംഡ ബിലോങ്സ് ടു സിഗ്മ ഓഫ് എ എന്ന് പറയാം. ഓക്കെ അല്ലേ? എ എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ 0യിലേക്ക് കൺവേർട്ട് ചെയ്യും ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് എ എക്സ് എൻ കെ ഈക്വൽ ടു എ എക്സ് എൻ കെ കൺവേർജസ് ടു ലാംഡ എക്സ് എൻ കെ ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്ത് പറയാം? ലാംഡ ഒരു സ്പെക്ട്രം ആണെന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയത്. ലാംഡ ബിലോങ്സ് ടു സിഗ്മ ഓഫ് എ. ഓക്കെ, ലാംഡ എന്താണ്? ഒന്നില്ലെങ്കിൽ മ്യൂ ആവും, അല്ലെങ്കിൽ മൈനസ് മ്യൂ ആവും. അതായത് പ്ലസ് ഓർ മൈനസ് മ്യൂ, ഒന്നില്ലെങ്കിൽ മ്യൂവോ അല്ലെങ്കിൽ മൈനസ് മ്യൂവോ നമ്മളുടെ സ്പെക്ട്രത്തിലുണ്ടാവും. അതാണ് അവസാനത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പറയാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടെ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ, സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള സെക്ഷൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.